രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ലഹരി കേസിലോ മറ്റേതെങ്കിലും ക്രിമിനൽ കേസിലോ ഉൾപ്പെട്ടാൽ അതൊക്കെ അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും ഉണ്ടാകും. എന്നാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന പോലീസുകാരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എന്താണ് സംഭവിക്കുന്നത്? കഞ്ചാവ് ഉപയോഗിച്ചതിന് MLAയുടെ മകനെതിരെ എക്സൈസ് കേസെടുത്തതിന് പിന്നാലെ ലഹരി ഉപയോഗത്തെ ന്യായീകരിച്ച് മന്ത്രിമാർ വരെയും കളത്തിലിറങ്ങിയതാണ്. ഒടുവിൽ തൻ്റെ മകനെതിരെ കഞ്ചാവ് ഉപയോഗത്തിന് കേസെടുത്തുവന്ന വാർത്ത വ്യാജമെന്ന വാദവുമായി യു പ്രതിഭ രംഗത്തെത്തിയിരിക്കുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് MLAയുടെ നിലപാട്. CPM ജില്ലാ സെക്രട്ടറി അംഗം KH ബാബുജാൻ, കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഏരിയ കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനത്തിലാണ് മകനെതിരായി എക്സൈസ് എടുത്ത നടപടിയെ MLA വീണ്ടും വിമർശിച്ചത്. മാധ്യമങ്ങളുടെ അമിതമായ സമ്മർദ്ദമാണ് നിയമ നടപടിയിലേക്ക് പോകാൻ എക്സൈസിനെ നിർബന്ധമാക്കിയതെന്ന് പ്രതിഭ ആരോപിക്കുന്നു. ഇക്കാര്യം ഉദ്യോഗസ്ഥർ തന്നോട് പങ്കുവച്ചതായും MLA പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്തത് പോലും രാത്രി 12 മണിക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് 1:30 ഒക്കറൻസ് എന്ന് അവർ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള കേസുകൾ സ്പോട്ടാണ് എല്ലാം ചെയ്യുന്നത്. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ FIR എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സാധനം തരുന്നത്. അപ്പൊ തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദം സമ്മർദ്ദ സ്ഥലത്തിലേക്ക് വിളിച്ചിട്ട് മാറ്റി വെച്ചെന്നും പറഞ്ഞു. അവർ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയുന്നതല്ല, തുടർച്ചയായി വിളിച്ച ചാനൽസ് ഉണ്ട്. തുടർച്ചയായി കഴിഞ്ഞ 28-നാണ് തകഴിപ്പാലത്തിന് സമീപത്തു നിന്ന യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെയുള്ള സംഘത്തെ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ കുട്ടനാട് എക്സൈസ് പിടികൂടുന്നത്. സംഘത്തിലുണ്ടായിരുന്ന അഭിഷേക് എന്ന യുവാവിന്റെ പക്കൽ നിന്ന് 3 ഗ്രാം കഞ്ചാവ് ലഭ്യമാവുകയും ചെയ്തിരുന്നു. പിന്നീട് FIR ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ MLAയുടെ മകൻ 9ാം പ്രതിയായിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ നവമാധ്യമങ്ങളിലൂടെ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യു പ്രതിഭയുടെ വാർത്താ സമ്മേളനം. ന്യൂസ് 18 ആലപ്പുഴ.